നമുക്കറിയില്ല ഇത് അനുമതി ഉണ്ടോ ഇല്ലയെന്ന് നഗരസഭയിൽ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് നഗരസഭാ കൗൺസിൽ യോഗത്തിലല്ല ഇതിന് അനുമതി കൊടുക്കുന്നത്. ഇത് നോംസ് പ്രകാരം ഇതിനകത്ത് ഇതിന്റെ നോംസ് ഒക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ജിയോളജി വകുപ്പിന്റെ അനുമതി നമ്മൾക്ക് അറിയില്ല. നമ്മളല്ലല്ലോ ജിയോളജി വകുപ്പിന്റെ അവരല്ലേ കൊടുക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് താഴെയാണെങ്കിൽ നഗരസഭക്ക് മണ്ണെടുക്കാൻ കൊടുക്കാം, നഗരസഭ ബിൽഡിംഗ് പെർമിറ്റും കൊടുക്കാം. ഇതാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും മിനിസ്റ്റർ ആരായാലും വേണ്ടില്ല, കർശനമായിട്ട് നടപടിയെടുക്കാൻ ഇപ്പോൾ കളക്ടർക്ക് നേരെ രാവിലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു നിലക്കും വഴിവിട്ടത് നഗരസഭ ചെയ്യില്ല, ഞങ്ങൾ ഒരിക്കലും അതിന് കൂടെ നിൽക്കില്ല, അത്രേ ഉള്ളൂ. ഇത് അനധികൃതമാണെങ്കിൽ എന്തായാലും നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. മുഖം നോക്കാൻ നടപടിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നഗരസഭ ഒന്നടങ്കം. കൗൺസിൽ യോഗമല്ല, നമ്മൾ ജനപ്രതിനിധികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജിയോളജിയിൽ കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ജിയോളജി വകുപ്പിന്റെ അനുമതി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അത് നിർമ്മാണം നടക്കാൻ പാടില്ലാത്തൊരു മേഖലയിലാണ് നിർമ്മാണം നടത്തിയത് എന്നാണ്. അത് ഏത് ഘട്ടത്തിൽ എങ്ങനെയാണ് അനധികൃതമായി നിർമ്മാണം നടന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അത് എങ്ങനെ അനുമതി നൽകി, ആരനുമതി നൽകി എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമാകണം. മലപ്പുറം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഇത് ജിയോളജി നൽകിയിട്ടുണ്ടോ, ജിയോളജിയുടെ ഒരു അനുമതി ഉണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. അത് ജിയോളജി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും നിർമ്മാണം നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത ഒരു മേഖലയിലാണ്, ചെങ്കുത്തായ പ്രദേശത്താണ് ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. മണ്ണെടുക്കുക മാത്രമല്ല, വലിയ തരത്തിൽ പാറ പൊട്ടിച്ചിട്ടുമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് അവിടെ JCB ഉപയോഗിച്ച് മണ്ണെടുക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്തത്. സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ പാറ പൊട്ടിക്കുന്നതോടെ അവിടെ ആ പാറയ്ക്ക് ജർക്കിംഗ് സംഭവിക്കുകയും മണ്ണ് ഇളകുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിൽ ആണ് അവിടെ ആ മണ്ണ് ഇടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്.